അതിനെ സ്ഥലം കണ്ണൂരാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രം. എന്ത് പോക്കൃത്തരവും നാളിതുവരെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചിപ്പോൾ കാണിച്ചതങ്ങ് മടക്കി വെച്ചേക്കാനായിട്ട് KSU കുട്ടികൾ പറഞ്ഞിരിക്കുകയാണ്. ഇത് SFIയോ DYFIയോ അല്ലെങ്കിൽ CPMോ പ്രതീക്ഷിച്ചതല്ല അല്ലേ? എന്തു തോന്നുന്നു? തീർച്ചയായും ഇത് കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ണൂരിലൊരു KSU നേതാവിന് വീട്ടിലേക്ക് ബോംബേർ ഉണ്ടായത്. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ തോന്നിയതാണ് കണ്ണൂരായിരിക്കും നടന്നിട്ടുള്ളത്. പൊതുവെ ഈ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ഇങ്ങനെ ഒരു വാർത്ത അവിടെ നിന്ന് വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പലപ്പോഴും CPMകാർ തന്നെയാണ്. കഴിഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വടിവാളുമായി നടക്കുന്ന ഈ DYFI പ്രവർത്തകരെ അതേപോലെ CPM പ്രവർത്തകരെയൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അതെ, ആ ഒരു തോൽവി അല്ലെങ്കിൽ ഞങ്ങളെ എന്തിനാണ് തോൽപ്പിച്ചത് എന്ന രീതിയിൽ ഓരോ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്കും കയറി ചെല്ലുക, അല്ലെങ്കിൽ അവിടെ എല്ലാം അടിച്ചു പൊട്ടിക്കുക, വടിവാളുമായി ഈ പറയുന്ന രീതിയിൽ സംഘർഷം സൃഷ്ടിക്കുക, അവരൊക്കെ ഇപ്പോഴും സ്വതന്ത്രമായി അവിടെ നടക്കുന്നുണ്ട്. അതാണ് മറ്റൊരു വ്യത്യസ്ത ഒരു രീതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന ബോംബേർ നടന്നിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് അതൊരു KSU പ്രവർത്തകന്റെ വീട്ടില് ആ ചെറുപ്പക്കാരന്റെ അമ്മ കിടന്ന മുറിയിലോ മറ്റോ ആ ബോംബ് ചെന്ന് വീണത്. ആ രീതിയിലാണ് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയായിരുന്നു അവിടെ ഈ പറയുന്ന DYFI പ്രവർത്തകർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രീതിയിൽ തെരുവിലേക്ക് KSU പ്രവർത്തകരും അതേപോലെ കോൺഗ്രസ് പ്രവർത്തകരും ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അതും കൃത്യമായി കൊലവിളി തന്നെയാണ് നടത്തുന്നത്. ഇനി ഇത്തരത്തിൽ നമ്മുടെ വീട്ടുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ ഈ പറയുന്ന ചുവന്ന തുണി പൊതിഞ്ഞ് ഇതേ ആൾക്കാരെ തിരിച്ച് പിണറായി സഖാവിന്റെ വീട്ടിലേക്ക് അയക്കുമെന്ന രീതിയിൽ കൊലവിളി തന്നെയാണ് നടത്തുന്നത്. അപ്പോ ഈ പറയുന്ന രീതിയിൽ ആര് കൊലവിളി നടത്തിയാലും നമുക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, ഇതനുസരിച്ചിട്ട് വേണം. അത് മാത്രമല്ല പ്രതിഷേധിക്കുകയും ചെയ്യാം, അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഈ നമ്മുടെ രാജ്യത്തുണ്ട് താൻ. അതെ, തീർച്ചയായും ആ ഒരു പ്രതിഷേധം ചിലപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊതുവെ ഈ പറയുന്ന രീതിയിൽ സമൂഹത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജനങ്ങളെ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ഭീതി സൃഷ്ടിക്കുക, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സ്വതന്ത്രമായി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ പാർട്ടി ഗ്രാമമായതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നുള്ള ഒരു ധാർഷ്ട്യമായിരിക്കാം. ആ ധാർഷ്ട്യത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായി ഇറങ്ങിയത്. ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഇവിടെ ഈ വടിവാളുമായി അല്ലെങ്കിൽ ബോംബുകളുമായി നടന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കില്ല. നമുക്കും തെരുവിലേക്ക് ഇറങ്ങി ശക്തമായി പ്രതികരിക്കാൻ അറിയാം. അതേപോലെ നിങ്ങളുടെ ഭാഷയിൽ തന്നെ തിരിച്ച് പ്രതികരിക്കാനും അറിയാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ KSU പ്രവർത്തകരുടെ ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് കണ്ണൂരിൽ നടക്കുന്നത്. ഇതിനു മുൻപ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരുന്ന മറ്റൊരു സംഘർഷം എന്ന് പറയുന്നത് ഈ P കുഞ്ഞികൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന പയ്യന്നൂർ ഉണ്ടായിരുന്ന ആ ഒരു അല്ലെങ്കിൽ അത്തരം വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് കണ്ണൂർ എപ്പോഴും ഒരു സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ഒരു ന്യൂസ് വാല്യൂ ഉള്ള സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് CPM പ്രവർത്തകർ തന്നെയാണ്. അത് നല്ല രീതിയിലല്ല, ഈ അക്രമ രാഷ്ട്രീയത്തിലൂടെയാണ് അവർ ശ്രദ്ധ അവരുടെ ജില്ലയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. ആ ജില്ലയിൽ വേറൊന്നും നടക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. നമുക്ക് മറ്റൊരു അഭിപ്രായ സ്വാതന്ത്ര്യം പറയാൻ പറ്റില്ല, നമുക്ക് മറ്റൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പറ്റില്ല, മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ നമുക്കൊരു വിയോജിപ്പുണ്ടെങ്കിൽ അത് അറിയിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ഏകാധിപത്യ രീതിയിലേക്ക് അതിന് ഈ പാർട്ടി ഏറ്റവും കൂടുതൽ CPM എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ അണികളുള്ള ഏറ്റവും കൂടുതൽ ആ പാർട്ടി സ്ട്രോങ് ആയിരുന്ന ജില്ലയാണ് കണ്ണൂർ. ആ അണികൾ ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. പഴയതുപോലല്ല. ഇപ്പൊ ഇവിടെ ചെറുപ്പക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇവർ ഈ പറയുന്ന പോലെ കുട്ടികളെ ഉപയോഗിച്ചാണ് ഈ കണ്ട ഇതെല്ലാം. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അവർക്കൊരു മാർക്കറ്റിംഗ് ആണ്. ഈ മാർക്കറ്റിങ്ങിന് ഇപ്പൊ ആളെ കിട്ടാനില്ല. ഇപ്പം നമ്മൾ കണ്ടത് ഈ പയ്യന്നൂരത്തെ വിഷയം തന്നെ നോക്കിക്കേ. പയ്യന്നൂര് ഒരു രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ട് പുട്ടടിച്ച് ഉള്ള വിഷയമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പാർട്ടി CPM ആണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആൾക്കാരാണ് അവര്. തീർച്ചയായും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്ന ഒരു രീതിയാണ് ഇപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. മന്ത്രി വീണ ജോർജുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഈ പറയുന്ന രീതിയിൽ KSU പ്രവർത്തകരുടെ കരിങ്കൊടിയിൽ നിന്നും മന്ത്രിക്ക് പരിക്കേറ്റെന്ന് പറയുന്നു. അതുപോലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പറയുന്ന CPM SFI DYFI പ്രവർത്തകരുടെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രതിഷേധമാണ്. ആ പ്രതിഷേധത്തിന്റെ അപ്പുറത്തേക്കും അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കാണുന്നത്. കൊല്ലത്ത് നിന്നൊരു പ്രതിഷേധത്തിന്റെ ട്രോളുകൾ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.
ഈ പറയുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലേക്കൊക്കെ അത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അതിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇവർ എന്താണ് മുദ്രാവാക്യത്തിലൂടെ വിളിച്ചു പറയുന്ന ഒരു ബോധം പോലും ഇവർക്കില്ല. പണ്ട് ചേട്ടാ മറ്റൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ ഈ ദിലീപിന്റെ, അതിനകത്ത് ദിലീപ് ഒരു വർത്തമാനം പറയും, അല്ലെങ്കിൽ ഇവര് അത് ഏറ്റുപാടുന്നൊരു രീതി, ദിലീപ് എന്താണ് പറയുന്നത് അല്ലെങ്കിൽ സുരാജ് എന്താണ് പറയുന്നതെന്ന് ഓർക്കാതെ അണികളെ മറ്റു പൈസ ഇറക്കി കൊണ്ടുവന്ന് 100 രൂപയ്ക്ക് ബിരിയാണിയും അതേപോലെ നാടോടി മന്നൻ എന്ന സിനിമയ്ക്കകത്ത് ചെയ്യുന്നത് പോലെ ചിന്ത പറയുന്നത് ചിന്ത അറിഞ്ഞില്ല, ചിന്ത ആ മുദ്രാവാക്കി ഏറ്റു എന്താ പറഞ്ഞില്ല എന്നുള്ളത് ഈ പറയുന്ന ജാഥ നയിച്ചിട്ടുണ്ടായിരുന്ന ചിന്തയാണ്. പക്ഷെ ചിന്തയ്ക്ക് അറിയില്ല എന്താണ് ചിന്ത വേറെ എവിടെയൊക്കെ ആയിരുന്നു. ആ രീതിയിലാണ് CPM-ന്റെ ഓരോ പ്രകടനങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാണിച്ചിട്ടും വീണ ജോർജ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീക്ക് നേരെ ഉണ്ടായ അതിക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബാക്കി കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും മോശം പറയുക, അതേപോലെ തന്നെ അമ്മമാരുടെ നെഞ്ചത്തേക്ക് ബോംബെറിയുക, ഇതൊക്കെ എവിടെ നടക്കുന്ന ഒരു രീതിയാണെന്ന് മനസ്സിലാവുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു ചെറിയ കാര്യം പറയേണ്ടി വരും. അതായത് നമ്മൾ ഈ PT കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധായകനുണ്ടല്ലോ, ഈ സംവിധായകൻ ഒരു സിനിമാ പ്രവർത്തകയുടെ മേൽ കാണിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനുശേഷം അതിനെ ഈ പറയുന്ന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ സതീദേവി ഒക്കെ കേസെടുത്തെന്നും അതിനുവേണ്ടി സംസാരിച്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് ഇവർക്ക് എപ്പോഴും രണ്ട് നീതിയാണ്. ഇവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അവരെ കൂടെ നിൽക്കാനായിട്ട് മേൽഘടകം പറയുന്ന സമയത്ത് മേൽഘടകം കാണിക്കുന്നതനുസരിച്ച് ഈ കുട്ടിക്കുരങ്ങന്മാര് അതിനെന്താ, അപ്പൊ അത് സ്ത്രീയല്ലേ? അല്ലെ അവരെന്താ സ്ത്രീയല്ല, അവര് മതിലും വേറെ കൃത്യം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്നിട്ട് ആ പറയുന്ന വനിത മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവരുടെ മുഖം വ്യക്തമാക്കിക്കൊണ്ട് അവർ പറഞ്ഞു എന്നെ ഇത്തരത്തിൽ. അപ്പൊ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുന്ന ദിലീപിന്റെ വിഷയത്തിൽ രാഷ്ട്രീയം ഒരു ഘടകം കൂടെ ഇവർ മനസ്സിൽ കാണുന്നുണ്ട്. ദിലീപിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അല്ലെ, ദിലീപിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണെന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാം. അപ്പൊ അതുകൂടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ കണ്ടതല്ലേ. അപ്പൊ ഏതായാലും പറഞ്ഞോളൂ, ഈ പറയുന്ന സ്ത്രീ എന്ന് പറയുന്ന അമ്മയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്ന മറ്റ് എല്ലാം ആണ്, എല്ലാവർക്കും ഒരേപോലെ അല്ല. CPM-ന്റെ ആൾക്കാരിലേക്ക് ഇവരുടെ അണികളിൽ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ മാത്രമേ അവർക്ക് അമ്മമാരും സ്ത്രീകളുമായിട്ടുള്ളൂ. ബാക്കി ചിന്തയ്ക്ക് ചിന്തയില്ലാതെ വെളിവില്ലാതെ ചിന്ത പെട്ടിരിക്കുകയാണ്. ശരിക്കും ചിന്തയ്ക്ക് എന്താണ് ഈ കാട്ടിക്കൂട്ടണെന്ന് ഒരു പിടിയും കിട്ടും. അല്ല, ഇത് സർക്കാരിന്റെ തികച്ചും ഒരു അതിപതനത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഇവിടെ നോട്ട് ചെയ്യപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. ഇതങ്ങ് കണ്ണൂരല്ലേ നടന്നത്, ഇതങ്ങ് കണ്ണൂര് ഒരു വീട്ടിലേക്ക് ബോംബെറിഞ്ഞു എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ജില്ലകളിൽ എന്ത് സംഭവിക്കാനാണ് എന്ന രീതികളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ ജില്ലകളിലും നടക്കുന്ന എല്ലാ പ്രവൃത്തികളും എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ. ഇപ്പോ ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഇപ്പൊ എന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരാള് കോൺഗ്രസ് പ്രവർത്തകനാണ് അല്ലെങ്കിൽ CPM പ്രവർത്തകനാണ്, അയാളുമായിട്ട് അല്ലെങ്കിൽ അയാളോടുള്ളൊരു വിദ്വേഷം കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ആള് പോലും ആയിരിക്കില്ല മന്ത്രി വീണ ജോർജിന്റെ അവിടെ പോയി കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുമായി ബന്ധപ്പെട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്തേക്ക് എന്റെ മുറിയിലേക്ക് ഒരു ബോംബ് വന്നു വീഴുന്നു. എനിക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ പറയുന്ന സംസ്ഥാനം ഒരുക്കുന്നത്? സംസ്ഥാനത്ത് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ലേ? എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല? അല്ലെങ്കിൽ ഇപ്പൊ ഈ പ്രതികരിക്കാൻ പോകുന്നത് KSU പ്രവർത്തകരുടെ കൊലവിളിയുമായി ബന്ധപ്പെട്ട് പരസ്യമായി പിണറായി വിജയന് ഉൾപ്പെടെ ഒരു കൊലവിളിയാണ് നടത്തുന്നത്. ആ രീതിയിലായിരിക്കും ഇവർ പ്രതികരിക്കാൻ പോകുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നമുണ്ട്. മന്ത്രി വീണ ജോർജിന് ഉണ്ടായ പ്രശ്നത്തിൽ നിങ്ങളെ എല്ലാം പോയി ഈ പറയുന്ന അനുശോചനം അർപ്പിച്ചു, എല്ലാവരും പോയി കാണുന്നുണ്ടായിരുന്നല്ലോ. ഇതേപോലെ സാധാരണ വീട്ടമ്മമാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് എന്നാണ്, അതും പാർട്ടി ഗ്രാമത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഒരു കാര്യം, പാർട്ടി ഗ്രാമം സാധാരണ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു വീട്ടുജോലിക്കാരിയെ വീട്ടുടമസ്ഥ ബ്ലെയിം ചെയ്തൊരു വിഷയം ഓർമ്മയുണ്ടല്ലോ. അവരുടെ ആഭരണം വീട്ടുടമസ്ഥ തന്നെ കൊണ്ട് എവിടെയോ മറന്നു വെച്ചിട്ട് അത് നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവം സ്ത്രീയെ കുറ്റാരോപിതയാക്കി അറസ്റ്റ് ചെയ്ത് ഈ കണ്ട എല്ലാ പീഡനവും മാനസിക പീഡനവും അനുഭവിച്ചിട്ട് ഈ പറയുന്ന പാവം ആ വനിത അവർ ഇവിടുന്ന് നേരെ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് നമ്മൾ വാർത്തയിലൂടെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്നവരോട് മാത്രമാണ് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടിക്കോ ആഭിമുഖ്യം കൂടുതൽ. നടന്ന സംഭവം അത് ശരിക്കും നടന്ന സംഭവമാണ്. ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ബോബി ചെമ്മണ്ണൂർ നമുക്ക് ആരുമല്ല, പക്ഷെ ആ പറയുന്ന പ്രസ്തുത വനിത ഒരു ചെറിയ പരാതി ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യാൻ പോയ സംഗതി നമ്മൾ കണ്ടാണല്ലോ അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം ഇരട്ടനീതിയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിസ്റ്റർ വിജയൻ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നില്ലേ, നിങ്ങൾ കാണിക്കുന്ന എന്താണെന്നൊക്കെ ചോദിക്കുന്നില്ലേ, അദ്ദേഹം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായും മുഖ്യമന്ത്രി ഇതിനൊക്കെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. കാരണം കണ്ണൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധം കനക്കുകയാണ്. CPM എന്ന് പറയുന്ന പാർട്ടി എന്നാൽ കണ്ണൂരാണ് എന്നാ പറയുന്നത്. കണ്ണൂർ മാത്രം ഒതുങ്ങി പോകാതിരിക്കട്ടെ. കാരണം നിങ്ങളുടെ ഈ പറയുന്ന സങ്കേതങ്ങളൊക്കെ പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായി മുഖ്യമന്ത്രി പ്രതികരിക്കുക തന്നെ ചെയ്യണം. സാധാരണ ജനങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്, മന്ത്രിക്ക് മാത്രമല്ല.
മന്ത്രിയുടെ കീഴിലുള്ള സാധാരണ ഒരുപാട് ജനങ്ങളും വീട്ടമ്മമാരും എല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ട്. എല്ലാ അമ്മമാർക്കും ഈ സുരക്ഷിതത്വം നിങ്ങൾ ഒരുക്കുക തന്നെ വേണം.